ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഗീ ലഡു പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അത് ഞാനൊരു 5 ലഡു എടുത്തു പാത്രത്തിലിട്ട ശേഷം 1 കപ്പ് പാല് ഞാൻ അതിനൊഴിച്ചിട്ടുണ്ട്. അതിലൊഴിച്ചതിന് ശേഷം നമുക്ക് ആ ലഡു ഒടിക്കാനായിട്ട് ഒരു ചട്ടകം എടുത്ത് ഗ്യാസും അടുപ്പും കത്തിച്ച ശേഷം നമുക്ക് ആ ചട്ടകം എടുത്തിട്ട് നല്ല രീതിയിൽ നമ്മൾ ആ ലഡു ഒടിച്ചെടുക്കുക. നല്ല രീതിയിൽ ഒടിച്ചതിന് ശേഷം അപ്പോൾ നമ്മളെ ലഡു നല്ല രീതിയിൽ ഏതാണ്ടൊക്കെ ഒടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. കുറച്ച് നേരം നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ നമ്മളതാ തേടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഏലക്കപ്പൊടി ഇടുക. ഏലക്കപ്പൊടി അതിനനുസരിച്ച് ഇട്ടാൽ മതി. അതിന് ശേഷം നമുക്കൊരു നുള്ള് ഉപ്പും കൂടെ ആഡ് ചെയ്യണം. ഒരു നുള്ള് ഉപ്പ് വേണ്ടതുണ്ട്. ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി നല്ല രീതിയിലൊന്ന് കൂട്ടിച്ചേർത്ത്. ഇത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ തൊട്ടൊരു കൊതി തോന്നി. അപ്പോൾ ഉണ്ടാക്കി നോക്കിയാലോ. അങ്ങനെതാ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി ഇന്നും ശ്രമിക്കുകയാണ്. എങ്ങനെയാവുമെന്ന് അറിയത്തില്ല, എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ നല്ല രീതിയിൽ നമ്മളതാ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ കൂട്ടുകാരെ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതാ നമ്മളെ പായസമൊക്കെ ഏതാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്കൊന്ന് കോരി നോക്കാം. ഞാൻ വേറെ ഒരു തവി എടുത്തിട്ട് തീ ഇച്ചിരി ഒന്ന് കൂട്ടി വെച്ചു. വേറെ തവി എടുത്തിട്ട് ഞാനൊന്ന് കോരി ഒഴിച്ച് നോക്കി എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ. അപ്പോൾ അതാണ് നമ്മളെ പായസമൊക്കെ ഏതാണ്ട് നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പായസമൊക്കെ ഏതാണ്ട് നല്ല രീതിയിൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരി നമുക്കൊന്ന് മൂപ്പിച്ച് വയ്ക്കാം. അപ്പോൾ അത് നല്ല രീതിയിൽ തളിച്ചു. ഇനി നമുക്ക് ഇത് ഇറക്കി വെച്ച ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇതാക്കാം. അപ്പോൾ അതിന് ഞാൻ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ നെയ്യ് ഒഴിച്ചു. അപ്പം നമ്മൾ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു. അതിന് ശേഷം നമ്മൾ നെയ്യ് ഒഴിച്ചതിന് ശേഷം നെയ്യ് ചൂടായതിന് ശേഷം ഞാനിതാ അണ്ടിപ്പരിപ്പ് ഇട്ടു. അണ്ടിപ്പരിപ്പ് ഒന്ന് റെഡിയായി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചട്ടക വെച്ച് ഇളക്കുന്നതിലാണ് നല്ല അന്നപ്പോഴേക്ക് എൻ്റെ ചീനച്ചട്ടി ഒന്ന് ചെരിഞ്ഞു. ഞാൻ നേരെ നിൽക്കത്തില്ല, തന്നി പോവും. ഇനി കയ്യിൽ ടോർച്ചും കാണും. ഇച്ചിരി വെട്ടം കിട്ടാൻ വേണ്ടി ടോർച്ച് കത്തിച്ചാട്ടോ. അടുക്കളയിൽ ചെറിയ വെട്ടം കുറവാണ്. അപ്പോൾ ചെറുതായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ മുന്തിരി ഇട്ട് മുന്തിരി നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുത്ത് രണ്ടും കൂടെ ഒന്ന് നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം ആയി. ഇനി നമുക്കിത് എടുത്ത് നമ്മൾ പായസത്തിലോട്ട് ഒഴിക്കാം. ഇനി നമ്മൾ പായസത്തിലോട്ട് ഒഴിച്ചതിന് ശേഷം നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. എങ്ങനെയുണ്ട് എന്നൊക്കെ അല്ലേ. അപ്പോൾ നല്ല രീതിയിലേക്ക് മിക്സ് ചെയ്ത് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്യാം. പാത്രത്തിലോട്ടൊക്കെ ആഡ് ചെയ്തു ഞാനൊന്ന് കുടിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.